ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ ക്രമക്കേട് ഉയരുന്നു എന്നുള്ള വിഷയം ശക്തമായി ഉന്നയിക്കപ്പെടുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും 7.25% കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയാണ് അവിടെ മഹായുതി സഖ്യം വിജയിച്ചത് എന്ന് രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി പറഞ്ഞതാണ്. അതായത് മഹാരാഷ്ട്രയിൽ വന്ന അധിക വോട്ടുകൾ എന്ന് പറയുന്നതിൽ കള്ളക്കളികളുണ്ട്. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന പോളിംഗ് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം വാസ്തവത്തിൽ ഹിമാചൽ പ്രദേശിലെ മൊത്തം വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വോട്ടർമാരുടെ എണ്ണത്തിന് തുല്യമാണ് ണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ബിജെപിയുടെ ചങ്കെടുപ്പ് വർദ്ധിച്ചതാണ്. കാരണം രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായ തെളിവുകൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കാനും അപമാനിക്കാനും നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണം സമ്പാദിച്ചു എന്ന പേരിൽ രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകളോളം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തത്. ബിജെപിയുടെ വർഗീയ ഫാസിസത്തെ തകർക്കാൻ, അവരുടെ വർഗീയ അജണ്ടകളെ തകർക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് നരേന്ദ്രമോദി ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളെ കശാപ്പ് ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കൈയോടെ പിടിച്ചത്. ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തെ എല്ലാ തരത്തിലും കളങ്കിതമാകാൻ പ്രധാനമന്ത്രി മുൻകൈയെടുക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതുകൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഉണ്ടാകണമെന്ന് കർശനമായി സഞ്ജീവ് ഖന്ന പറഞ്ഞത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്നത് നിസ്സംശയം നമുക്ക് പറയാം. 6% കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയെന്നുള്ള ആരോപണം അതിശക്തമാണ്. ഈ 6 വോട്ടുകൾ പോയിട്ട് 2% വോട്ടുകൾ പോലും ഒരു എഴുതി തരാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ 10-12 സീറ്റുകളുടെ വ്യത്യാസത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിവരില്ല. ഉദാഹരണം ഹരിയാനയാണ്. അവിടെ 0.2% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ബിജെപി കോൺഗ്രസിനെ മറികടന്നതായ റിപ്പോർട്ടുകളുള്ളത്. ഡൽഹിയിലെ മൊത്തം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷവും പിന്നീട് എക്സസ് വന്ന വോട്ടിംഗ് പെർസെന്റ് ഏത് കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായി 30%-ലധികം ഉണ്ടാകുന്ന പോളിംഗ് ശതമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് ബിജെപിക്ക് അധികാരം കിട്ടലാണ് എന്ന് ചില ചാനലുകൾ പൊക്കിപ്പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് ബിജെപിയുടെ അരങ്ങ് നാടകമാണ്. നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഡൽഹി എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.